പത്തരമാറ്റിന്റെ അപ്കമിംഗ് എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ആദർശിനോടും വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നയനയെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന്. ഇത് കേൾക്കുന്നതും ആദർശിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം. ആദർശ് പറയുന്നുണ്ട്, അമ്മേ, അമ്മയുടെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കാനായിട്ടാ ഞാൻ നയനയോട് ദേഷ്യം കാണിച്ചത്. എന്നാലും അമ്മ തന്നെ പറഞ്ഞല്ലോ, അമ്മ അവളെ അംഗീകരിച്ചുവെന്ന് എനിക്ക് മുന്നേ മനസ്സിലായതാ. എന്നാ അമ്മയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാനായിട്ടാ ഞാൻ ഇത്രയും കാത്തിരുന്നത്. നയനയെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നയനയെ വിളിക്കാനായിട്ട് പോവാ. അവളുടെ കൈയും പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വരും എന്നും പറഞ്ഞ് ആദർശ് വീട്ടിലോട്ട് പോകുന്നുണ്ട്. നയനയെ കാണുന്നതും ആദർശ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നയനെ, നീ എൻ്റെ അടുത്ത് ക്ഷമിക്ക്. ആദർശേട്ടൻ തന്നെയാണോ ഇപ്പൊ എന്നോട് വന്നിങ്ങനെ സംസാരിക്കുന്നേ? എത്ര തവണ ഞാൻ ആദർശേട്ടനോട് സംസാരിക്കാൻ വന്നു, എന്നിട്ടും എന്റെ മുഖത്തോട്ട് പോലും ഒന്നും നോക്കിയില്ലല്ലോ. ദേ നയനെ, ആദർശേട്ടൻ തന്നെയാ ഇപ്പൊ വന്നിരിക്കുന്നേ. നിന്നെ കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ആദർശേട്ടൻ തന്നെയല്ലേ എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞത്? എന്നിട്ടിപ്പോ ആദർശേട്ടൻ അതൊക്കെ ഉണ്ട്. നീ അങ്ങോട്ട് വാ, നിനക്കൊരു വലിയ സർപ്രൈസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. നീ വന്നേ. അങ്ങനെ കനക വന്ന് ചോദിക്കുന്നുണ്ട്, ആഹാ, ആദർശ് മോനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കാനാണോ? നയനമോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ മോനെ നിങ്ങൾ തമ്മില് ഇങ്ങനെ പ്രശ്നം? അതൊന്നുമല്ല, നയനയെ കൂട്ടിക്കൊണ്ടു പോവാനാ ഞാൻ വന്നത്. നയനയുടെ കൈയും പിടിച്ച് ആദർശ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തില് നയന അനന്തപുരിയുടെ പടി കയറുന്നുണ്ട്. ഇത് കാണുന്ന ദേവയാനിക്ക് ഒത്തിരി സന്തോഷാവുന്നു. കാരണം തന്റെ മോനും മരുമകളും ഒന്നിച്ച് നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് ദേവയാനി ആഗ്രഹിക്കുന്നത്. അതുപോലെ നടക്കാൻ പോവുകയാണല്ലോ എന്നോർത്ത് ഒത്തിരി സന്തോഷത്തിലായിരിക്കും. ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് അനാമിക വന്ന് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ വല്യമ്മ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എല്ലാവരെയും പറ്റിക്കുമായിരുന്നില്ലേ? മരുമകളെ ഉള്ളിൽ സ്നേഹിച്ച് പുറമെ ദേഷ്യം കാണിക്കുമായിരുന്നില്ലേ? എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. ദേ അനാമികെ, അവൾ എനിക്ക് തന്ന ജീവിത ഞാനിപ്പോ ജീവിച്ചു തീർക്കുന്നത്. അത് അവളുടെ കാലടിയിൽ തീർക്കാനാ എനിക്ക് താല്പര്യം. എന്നും എൻ്റെ മോളെ പോലെ സ്നേഹിച്ച് മുന്നോട്ട് പോവാൻ. അതിന് നീയല്ല ആരൊക്കെ എതിർപ്പ് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. നയന വന്ന് ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുക. അങ്ങനെ ദേവയാനി നയനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു. ഇത് കാണുന്ന നയനയ്ക്കെന്തോ ഷോക്കാവുന്നുണ്ട്. എന്താമ്മേ, എന്താ കാര്യം? മോളെ, ഞാൻ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു. ഇനിയും അത് പറയാതിരുന്നാല് നിങ്ങളുടെ ജീവിത ഇല്ലാതാവാൻ പോകുന്നേന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് വീട്ടിലെല്ലാവരോടും ഞാൻ സത്യങ്ങൾ പറഞ്ഞു മോളെ. നയനയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നു. നയനെ, ഞാൻ നിന്നോട് ഒരുപാട് രീതിയിൽ മോശമായിട്ട് പെരുമാറി. നിന്നോട് സംസാരിക്കാത്തതും എല്ലാം ഞാൻ ഇതുപോലെ അമ്മയുടെ വായിൽ നിന്ന് കേൾക്കാനായിട്ടാ. അതിപ്പോൾ സാധിച്ചു. ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അനാമികയ്ക്ക് അതത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടായിരിക്കില്ല. നയനയെ കുട്ടി മുകളിലോട്ട് പോകുന്നുണ്ട് ആദർശ്. പിന്നീട് അനാമിക ജലജയോടും ജാനകിയോടും പറയുന്നുണ്ട്, അമ്മേ, കണ്ടില്ലേ, ഞാൻ കരുതിയത് അവരെന്നേക്കുമായിട്ട് പിരിയുമെന്നാ. ഡിവോഴ്സിന്റെ വക്ക് വരെ എത്തിയില്ലേ? എന്നിട്ടിപ്പോ 3 പേരും ഒന്നായി. ഇനിയിപ്പം നമുക്കൊന്നും ഇവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. ശരിയാ ജാനകി, ഏട്ടത്തെയും ഇപ്പൊ അവളുടെ ഭാഗത്താ. ഏട്ടത്തിയുടെ സ്വത്തുക്കളെല്ലാം ഇനി അവൾക്കുള്ളതാ. അതുമാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറി മുഴുവനും മുത്തശ്ശൻ അവളെ പേരിൽ എഴുതി കൊടുക്കും. പിന്നെ നിന്റെ മോനും മരുമകളും പിന്നെ ആകാശം നോക്കി നിൽക്കേണ്ടി വരും. എന്തായാലും നീയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ജലജെ, നീ എന്നെ പേടിപ്പിക്കല്ലേ. ഓരോന്ന് കാണുമ്പോ തന്നെ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും വരുന്ന പോലെ നമുക്ക് കാണാം, അത്രേ പറ്റൂ. എന്നാലും ഞാൻ പരിശ്രമിക്കാതിരിക്കില്ല. എങ്ങനെയെങ്കിലും ഏട്ടത്തിയെയും ഏട്ടത്തിയുടെ പുന്നാര മരുമകളെയും ഞാൻ തെറ്റിച്ചിരിക്കും എന്ന് ജാനകി പറയുന്നു. അതുപോലെ അനാമികയും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. പിന്നീടൊരു ദിവസം അഭിയെയും അനഘയെയും കുഞ്ഞിനെയും കാണുന്നുണ്ട്. ഇത് കാണുന്ന ആദർശന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അനഘയെ ഫോളോ ചെയ്ത് കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. അഭി തന്നെ ചതിച്ച് തനിക്കൊരു കുഞ്ഞുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനഘ തുറന്നു പറയുന്നു. തനിക്ക് ക്യാൻസർ ആണെന്നും എത്രയും പെട്ടെന്ന് തന്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കാനാണ് നാട്ടിലോട്ട് വന്നതെന്നും അഭിയോട് ഇക്കാര്യം പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായെന്നൊക്കെ അനഘ പറയുന്നു. അഭിയെക്കുറിച്ച് അറിയുന്ന ആദർശ് അനഘയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട്, ഒരിക്കലും നിന്റെ മോള് അനാഥയാവില്ല. അനന്തപുരിയിലെ കുഞ്ഞാ ചന്തുമോള്. അതുകൊണ്ട് അവൾക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. അഭിയല്ല, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കുള്ള സ്ഥാനം അനന്തപുരിയില് ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്ന് അനഘയ്ക്ക് വാക്കു കൊടുക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം പറയാനായിട്ട്
വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴായിരിക്കും നയന കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ നയനെ, എന്താ കാര്യം? അതിശേട്ടാ, നവ്യ ചേച്ചിക്ക് പെട്ടെന്ന് വയ്യാതായി. എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. നല്ല റെസ്റ്റ് വേണമെന്നാ പറഞ്ഞത്. പ്രസവം ആവാറായില്ലേ, എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. മനസ്സിന് നല്ല സമാധാനം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂന്നൊക്കെയാ പറഞ്ഞത്. എനിക്കാകെ പേടിയാവുന്നുണ്ട്. കുഞ്ഞിനോ ചേച്ചിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആർക്കും താങ്ങാനാവില്ല ആദർശേട്ടാ. അതൊന്നും ഉണ്ടാവില്ല. പറയാൻ വന്ന ആദർശ് ഒന്നും പറയുന്നുണ്ടായിരിക്കില്ല. കാരണം നവ്യ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കും. നവ്യയ്ക്ക് ഈ സമയത്ത് അത് താങ്ങാൻ സാധിക്കില്ല എന്ന് ആദർശിന് മനസ്സിലാവുന്നുണ്ട്. ആദർശേട്ടന് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ? എന്താ ആദർശേട്ടാ, പെട്ടെന്ന് എന്താ പറ്റിയേ? ഏയ് ഒന്നുമല്ല, നമുക്കെന്തായാലും നവ്യെ ഒന്ന് കാണാൻ പോവാം. അങ്ങനെ നവ്യയെ കണ്ടുവരുന്നുണ്ട്. ആദർശിന് എന്താ ചെയ്യണ്ടേന്ന് അറിയുന്നുണ്ടായിരിക്കില്ല. എന്തായാലും അനഘയെയും കുഞ്ഞിനെയും കൈവിടാൻ ആദർശ് ഉദ്ദേശിച്ചിരിക്കില്ല. എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം, അത് ഏത് വിധേനയും. അങ്ങനെ അനന്തപുരിയിലോട്ട് അനഘയെയും ചന്തുമോളെയും കൊണ്ട് ആദർശ് കയറി വരുന്നു. ആദർശിനെ കാണുന്നതും ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേ, ഇതാരാ, നിന്റെ ഫ്രണ്ടാണോ? നിനക്ക് ഇങ്ങനൊരു ഫ്രണ്ടുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. ഒന്നും മിണ്ടാതെ ആദർശ് നിൽക്കുന്നുണ്ട്. നയന വരുന്നു. എല്ലാവരും വന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഏതായി കുട്ടി എന്നൊക്കെ ചോദിക്കുക. അമ്മേ, ഇതെന്റെ ഭാര്യ, ഇത് എന്റെ കുഞ്ഞ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. നീ എന്തൊക്കെയാടാ പറയുന്നേ? ചുമ്മാ കള്ളം പറയാതെ. തമാശയ്ക്ക് പോലും നീ ഇങ്ങനെയൊന്നും പറയല്ലേ. എന്നെയും നയനെയും പറ്റിക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല മോനെ. അല്ലമ്മേ, ഇതെന്റെ കുഞ്ഞാ. ഞാനിത് എല്ലാവരോടും ഇത്രയും നാളും മറച്ചു വെച്ചത് നിങ്ങളൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ. എന്തായാലും ഈ കുഞ്ഞും ഇവൾ ഇവിടെ തന്നെ താമസിക്കും. ഡാ, ചുമ്മാ നീ ഓരോന്ന് പറയല്ലേടാ. നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് വരുന്നേ എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട്. ആദർശിന്റെ മുഖം മനസ്സിലാക്കുന്ന നയന പറയുന്നുണ്ട്, അമ്മേ, ആദർശേട്ടൻ ശരിക്കും പറയുന്നതാ. എന്താ ആദർശേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നയനെ, എനിക്ക് കല്യാണത്തിന് മുൻപേ ഇവളെ ഇഷ്ടമായിരുന്നു. അനഘ എന്ന ഇവളെ പേര്. ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്കിവളെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. പിന്നീടാ നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നത്. അങ്ങനെ ഇവളെ അങ്ങനെ കൈവിടാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. എന്റെ കുഞ്ഞാ ഈ നിൽക്കുന്നത്. അവൾ ഇനി ഇവിടെ തന്നെ താമസിക്കും. ആദർശേട്ടാ, എന്തൊക്കെയാ ആദർശേട്ടൻ പറയുന്നേ? അപ്പോ ആദർശേട്ടൻ എന്നെ വഞ്ചിക്കായിരുന്നു? അതെങ്ങനെയാ നിന്നെ വഞ്ചിക്കുന്നേ? കല്യാണത്തിന് മുൻപെയാ എനിക്ക് ഈ ബന്ധം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഇവളെ കണ്ടിട്ടില്ല. ഇപ്പോഴാ ഇവള് നാട്ടിലോട്ട് വരുന്നത്. ഇവൾക്ക് ക്യാൻസറാ. അധിക നാള് ഇവള് ജീവനോടെ ഇരിക്കില്ല. ഇവൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് വയ്യായി വന്നാല് അവളുടെ അടുത്ത് കുഞ്ഞിനെ നിർത്തുന്നത് സേഫ് അല്ല. അതുകൊണ്ടാ ഇവളെയും കുഞ്ഞിനെയും ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി കുഞ്ഞു ഇവളും ഇവിടെ തന്നെ താമസിക്കും. അനഘേ, നീ ഉള്ളിലോട്ട് പോ, കുഞ്ഞിനെ കൂട്ടി. അവിടെ നിൽക്ക്. നീ എങ്ങോട്ടാ പോകുന്നത്? ഇറങ്ങിപ്പോടി. നിനക്കിവിടെ കയറാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അമ്മേ, എൻ്റെ ഭാര്യയാ, എൻ്റെ കുഞ്ഞും. അവരെ എങ്ങനെയാ അമ്മ പുറത്താക്കുന്നേ? അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആദർശേ, നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഉറപ്പായിട്ടും ഇവളെ ഇവിടെ കയറ്റി താമസിക്കാൻ പറ്റില്ല. നയനയാ നിന്റെ ഭാര്യ. അവളല്ലാതെ നിനക്കൊരു ഭാര്യയുമില്ല. വേണ്ടമ്മേ, ഒന്നും പറയണ്ട. ആദർശേട്ടൻ ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും രണ്ടാം ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. താലി ഊരിയെറിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവാം. ദേ നയനെ, നിന്നോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നും തന്നെയില്ല. നീ തന്നെയാ എൻ്റെ ഭാര്യ. പക്ഷേ എനിക്കിവരെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. ഇത് കേൾക്കുന്നതും ആദർശിന്റെ മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഭർത്താവിനെ ദൈവതുല്യായിട്ടാ ഞാൻ കാണുന്നത്. ഭർത്താവിനെ തല്ലേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷേ ആദർശേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ആദർശേട്ടന്റെ ഭാര്യയായിട്ട് ഇവിടെ തുടരുന്നതില് ഒരർത്ഥവും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാ. ഈ താലി ഇനി ഇതെനിക്ക് വേണ്ട. മോളെ നയനെ, നീ എടുത്തു ചാടി ഒന്നും ചെയ്യില്ലേ. ആദർശിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതറിയാതെ മോളെ താലിയൊന്നും വലിച്ചൂരല്ലേ. എന്തിനാമ്മേ, ഞാൻ എന്തിനാ ഇനി ഇവിടെ ജീവിക്കുന്നേ? എല്ലാം സഹിച്ചും പുറത്തും എനിക്ക് മടുത്തു. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലമ്മേ. ഞാൻ ഇറങ്ങാ. എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ ജീവിച്ചോളാം. എനിക്കിവർ തരുന്ന സ്വത്തോ പണമോ ഒന്നും തന്നെ വേണ്ട അമ്മേ. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും ജീവിച്ചോളാം. ഇനി എനിക്ക് ഇങ്ങനൊരു ബന്ധം വേണ്ട. ആദർശേ, ഇവളെ വിളിച്ച് നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം. നീ ഇനി ഈ വീട്ടിലോട്ട് വരണ്ട. എൻ്റെ മകനുമല്ല. അതുകൊണ്ട് ഇറങ്ങിക്കോ. ഇവളെയും വിളിച്ച് ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. ഇതെല്ലാം കേട്ട് മുത്തശ്ശൻ കലി തുള്ളി വരുന്നുണ്ട്. ആദർശനിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. നാണം കെട്ടവനെ, നീ എന്താടാ ഇങ്ങനെ? അഭിയായിരുന്നു ഇങ്ങനെയൊക്കെ. അഭിയുടെ കുഞ്ഞും ഭാര്യയാണെന്ന് അറിഞ്ഞാല് നമ്മളത് വിശ്വസിച്ചെന്ന് വരും. പക്ഷേ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇറങ്ങിക്കോ. ഇനി നിനക്ക് അനന്തപുരിയുമായിട്ട്
ഒരു ബന്ധവുമില്ല. നാളെ തൊട്ട് നീ ഓഫീസിലോട്ടും വരണ്ട. നിന്റെ കാര്യം നോക്കി നീ പൊക്കോ. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിന്ന്. മുത്തശ്ശൻ എന്താ നിന്നോടാ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ? നയനയല്ല ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്, നീയാ. നീ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കരുത്. അതെന്റെ നയനമോൾക്ക് സഹിക്കാനാവില്ല. നിന്നെ മാത്രം ഓർത്ത് നിനക്ക് വേണ്ടി മാത്രാ നയനമോൾ ജീവിക്കുന്നത്. ആ കുട്ടിയെയാ നീ ഇങ്ങനെ ചതിച്ചത്. അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിപ്പോടാ. ഇനി സ്വത്തുക്കളെല്ലാം നയനയ്ക്കുള്ളതാ. നിന്റെ എല്ലാം ഇനി നയനയ്ക്ക് സ്വന്തം. നീ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം എന്ന് ദേവയാനി പറയുന്നു. ഇത് കേട്ട് ആദർശന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അമ്മേ, എല്ലാം നവ്യയ്ക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആദർശ്. അമ്മേ, നവ്യയുടെ പ്രസവം വരെയെങ്കിലും ഇവരിവിടെ നിൽക്കട്ടെ. എന്തിനാടാ നവ്യയുടെ പ്രസവവും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുന്നത്? നീ നിന്റെ കാര്യം നോക്കി പോകുന്നുണ്ടോ? കരഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നു. പിന്നീടായിട്ട് അനാമിക വന്ന് 2 ഡയലോഗ് പറയുന്നുണ്ട്. എന്റെ വല്യമ്മേ, ഞാൻ ഒരിക്കലും ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയേയില്ല. എന്തായിരുന്നു ഉപദേശങ്ങളൊക്കെ? ആദർശേട്ടനെ പോലെ ആവണം, ആദർശേട്ടൻ പറയുന്നത് തന്നെയാ വേദവാക്യം. ഇപ്പൊ എന്തായി? ഞാൻ ഇന്നേ വരെ എന്റെ അഭിയെ അല്ലാതെ മറ്റാരെയും നേരം വണ്ടൊന്ന് നോക്കിയിട്ട് പോലുമില്ല. അതുപോലെയാണോ ഇതിപ്പോ? കല്യാണത്തിന് മുൻപേ ഒരു പെണ്ണിനെ പ്രേമിച്ച് വഞ്ചിച്ച് അതിലൊരു കുഞ്ഞ്, എന്നിട്ട് അതൊക്കെ മറന്ന് രണ്ടാമതൊരു കല്യാണം. ഭഗവാനെ, എനിക്കൊന്നും ഇത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് കേട്ട് എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. മതിയടി, നിർത്ത്. നീ വല്ലാതെ പുണ്യ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നീ വലിയ ഭാര്യ, ആരോടും ഒരു തെറ്റും ചെയ്യാത്തവള്. എനിക്കറിയാടി നിന്റെ തനി സ്വഭാവം. അമ്മേ, വല്യമ്മേ, ഇതൊന്ന് കണ്ടു നോക്ക്. ഇവളീ പറയുന്നുണ്ടല്ലോ, ഇവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. ഒന്ന് കണ്ടു നോക്ക് ഈ വീഡിയോ. അങ്ങനെ കാണുന്ന ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. ജാനകിക്ക് അതിലേറെ ഞെട്ടലായിരിക്കും. ദേ അനി, ഇത് ശരിക്കുള്ളതാണോ? അനാമികയെ ഒന്ന് നോക്കുന്നുണ്ട്. അയ്യോ അമ്മേ, ഇവനിതേ എന്തോ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നതാ. ഇവന് ഭ്രാന്താണമ്മേ. ഞാനൊന്നും അങ്ങനെ ചെയ്യില്ല. അമ്മയ്ക്ക് അറിയുന്നല്ല എന്റെ സ്വഭാവം. അമ്മേ, ഇത് എഡിറ്റിംഗ് ഒന്നുമല്ല. ഇനി വിശ്വാസം വരുന്നില്ലെങ്കിൽ ആദർശേട്ടനോട് ചോദിച്ചു നോക്ക്. ആദർശേട്ടനറിയാം. ആണോ ആദർശേ, ഇത് ശരിയാണോ? അതെ ഇളയമ്മേ, അനിയല്ലാതെ ഇവൾക്ക് വേറൊരാളെ ഇഷ്ടമാ. പല സ്ഥലത്തും വെച്ച് അനി കണ്ടതാ. എന്തായാലും ഒന്നും തുറന്നു പറയാതിരുന്നത് ഇവിടെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാ. എടി അനാമികെ, അപ്പൊ നീ എന്റെ മകനെ വഞ്ചിക്കായിരുന്നോ? നീ മറ്റൊരാണിന്റെ കൂടെ ഇതുപോലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നത് എന്റെ മകൻ കണ്ടിട്ടും പാവം അവൻ ആരോടും പറഞ്ഞില്ല. ഏട്ടത്തി പലപ്പോഴും ഇവളെ കുറിച്ച് പലതും പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്നാ ഇന്ന് എനിക്ക് മനസ്സിലായി, പാമ്പിനെയാ ഞാൻ പാല് കൊടുത്ത് സ്നേഹിച്ചത്. ഇവളെന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കായിരുന്നു. എടി, നീ എന്തായാലും ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇറങ്ങിപ്പോടി വീട്ടിന്ന്. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിലും വലിയ തെളിവ് എന്താടി ഇനി വേണ്ടത്? മറ്റൊരുത്തന്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഇവിടെ കയറി വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോടി. ഇനി ഒരിക്കലും നീ ഈ വീട്ടിലോട്ട് തിരികെ വരരുത്. എന്റെ മകന് ഇങ്ങനൊരു ഭാര്യ വേണ്ട. നിന്നെപ്പോലെ ഒരുത്തിയെ സ്നേഹിച്ചില്ല എന്നോർത്ത് എനിക്ക് പെണ്ണോട് തന്നെ പുച്ഛം തോന്നുക. ദേ അനി, നീ ചുമ്മാ അതും ഇതും പറഞ്ഞ് അമ്മ പറയുന്ന കേട്ടില്ലേ? ദേ, നീ ഇനി ഒന്നും പറയണ്ട. നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. നീ എന്ന പുസ്തകം ഞാൻ എന്നേ കീറിക്കളഞ്ഞതാ. നീയുമായിട്ട് എനിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ നിന്റെ പാട് നോക്കി നിന്റെ വീട്ടിലോട്ട് പോ. ഇറങ്ങിപ്പോടി. നിന്നോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞത്. എടാ, നീ ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. വേണ്ടമ്മേ, ആദർശേട്ടൻ ഇവിടുന്ന് ഇറങ്ങണ്ട. ആദർശേട്ടൻ ഇവിടെ തന്നെ നിൽക്കണം. ആദർശേട്ടന്റെ ഭാര്യയാ ഈ നിൽക്കുന്നത്, കുഞ്ഞും. അവരെ അങ്ങനെ പുറത്താക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. അതുകൊണ്ട് ഞാൻ ഇറങ്ങാ. ഈ താലി ഇത് ഞാനിപ്പോ ഊരി തരുന്നില്ല. ഇത്രയും നാളും പവിത്രതയോട് കൂടിയിട്ടാ ഞാനിത് കൊണ്ടു നടന്നത്. ഇനിയും ഞാൻ അങ്ങനെ കൊണ്ടു നടന്നോളാം. എന്നാ എനിക്ക് നിങ്ങളെ പോലൊരു ഭർത്താവിനെ ആവശ്യമില്ല. മോളെ നയനെ, നീ എങ്ങോട്ടാ പോകുന്നേ? അമ്മ ഇനി എതിർപ്പൊന്നും പറയണ്ട. ഇവരെവിടെ കയറ്റി താമസിപ്പിക്ക്. ഞാനെന്തായാലും വീട്ടിലോട്ട് പോവാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയന പടി ഇറങ്ങുന്നുണ്ട്. അപ്പോഴായിരിക്കും മുത്തശ്ശന് നെഞ്ചുവേദന വരുന്നത്. നയന ഇറങ്ങുന്നതും മുത്തശ്ശൻ അവിടെ തളർന്നു വീഴുന്നുണ്ട്. ഇത് കാണുന്ന നയന തിരികെ ഓടിയെത്തുന്നുണ്ട്. മുത്തശ്ശൻ എന്താ പറ്റിയേ? അപ്പോഴേക്കും ആദർശും അനിയൊക്കെ ചേർന്ന് മുത്തശ്ശനെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നു. അവിടെ എത്തുന്ന സമയത്ത് നയനയോട് സംസാരിക്കാനായിട്ട് ആദർശ് ചെല്ലുന്നുണ്ട്. നയന ഒരു തരത്തിലും ആദർശന് മുഖം കൊടുക്കുന്നുണ്ടായിരിക്കില്ല. മുത്തശ്ശന് നയനയോട് സംസാരിക്കണമെന്ന് പറയുന്നു. നയനയെ ഉള്ളിലോട്ട് കയറ്റുക. മുത്തശ്ശൻ നയനയോട് പറയുന്നുണ്ട്, മോളെ നയനെ, നീ ഒരിക്കലും നമ്മുടെ വീട് വിട്ട് ഇറങ്ങരുത്. നീ എൻ്റെ മരുമകളാ. നീ ആ വീട്ടിൽ വേണം താമസിക്കാൻ. ഇനി ആദർശല്ല,
ആരൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും അത് മോൾക്ക് അവകാശപ്പെട്ട വീടാ. ആ വീട് ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. അങ്ങനെ അത്രയും വയ്യാതെ കിടക്കുന്ന മുത്തശ്ശന് നയന വാക്ക് കൊടുക്കുന്നുണ്ട് ഒരിക്കലും ആ വീട് വിട്ട് ഇറങ്ങില്ല എന്ന്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലെന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നാളെ വീണ്ടും കാണാം. ബൈ.